സമയം അധികം കളയുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾക്ക് അതിഥികൾ ഉണ്ടെന്ന്. ആ അതിഥികൾ ആരാണെന്ന് അറിയാനായിരിക്കും പ്രേക്ഷകർ എന്തായാലും ഇപ്പോൾ ന്യൂസ് 8 മുൻപിൽ ഇരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അത് മറ്റാരുമല്ല, ഉണ്ണി മുകുന്ദനും നിഖില വിമലും പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇനി വരാനിരിക്കുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ. വിനയ് ഗോവിന്ദാണ് സിനിമയുടെ സംവിധാനം. എന്തായാലും ഈ മാസം 21-ന് സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ഫറാസ് ഷിബിലയും എത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് ന്യൂസ് 3-യിൽ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത് മറ്റാരുമല്ല, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം നിഖില വിമലും ഫറാസ് ഷിബിലയുമാണ്. ഇരുവരെയും സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് 18-ലേക്കൊപ്പം ന്യൂസ് 3-യിലേക്ക്. എന്തായാലും നിഖില, ഫറ, ഞങ്ങൾ പ്രേക്ഷകർ നിങ്ങളെ ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നത് എനിക്ക് തോന്നുന്നത് ലവ് 24x7 എന്ന ഒരു ചിത്രത്തിലൂടെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയുള്ളത്. എന്തായാലും അതിനുശേഷം 10 വർഷത്തിന് ശേഷമാണ് നിങ്ങളെ ഒരുമിച്ച് ഞങ്ങളൊരു സിനിമയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. അതുമാത്രമല്ല, ഈ 10 വർഷത്തിന് ശേഷം രണ്ടുപേരും വലിയ നായികമാരെ എത്തുകയാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളൊരു മാറ്റം തോന്നിയത് ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ എത്തുമ്പോൾ? ഇല്ല, അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും തോന്നിയിരുന്നില്ല. ഞങ്ങൾ ഇടയ്ക്ക് ലവ് 24-ന് ശേഷം ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാറുണ്ട്. പക്ഷെ അങ്ങനെ വലിയ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അന്ന് എവിടെ വിട്ടിട്ട് പോയോ അവിടെ തുടങ്ങിയ പോലെ തന്നെ ഉള്ളൊരു ഫീലായിരുന്നു. എനിക്കിത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. എനിക്ക് ഷിബിലയ്ക്ക് ഷൂട്ടുള്ള ദിവസങ്ങളിലൊക്കെ എനിക്കും ഷൂട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ്. ഇല്ല, എനിക്കിലൊക്കെ ഒരു മാറ്റമില്ല. ഞാൻ ആക്ച്വലി ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. അന്ന് പക്ഷേ നിഖില അഭിനയിക്കുന്ന സമയത്ത് ബാലേച്ചി ഇങ്ങനെ ഉന്തിത്തള്ളി വിടുമായിരുന്നു അഭിനയിക്കാൻ. ഇപ്പൊ പക്ഷെ കുറച്ചും കൂടെ ആക്റ്റീവായി, കുറച്ചും കൂടെ ഈ ഒരു സ്പേസ് ഒക്കെ മനസ്സിലായി. ഞാനന്ന് ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിഖില പറഞ്ഞതുപോലെ എവിടെ വിട്ടിട്ട് പോയോ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും യൂഷ്വലി ഒരേ ക്യാരവന്റെ 2 ഡോസാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷൂട്ട് അവക്കുള്ള ദിവസം മിക്കവാറും എനിക്കുണ്ടാവും, എനിക്കുള്ള ദിവസം എന്തായാലും ഡിഗ്ലിക്ക് ഉണ്ടാവും. പിന്നെ ഡിഗ്ലിയും ഉണ്ണിയുള്ള ചില കോമ്പിനേഷൻസ് അങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രമാണ് മാറ്റം ഉണ്ടായിരുന്നത്. അപ്പൊ ചില സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ചില കാര്യങ്ങളെങ്കിലും ഒറ്റയ്ക്ക് ചെയ്തൂടെ, എന്തിനാണ് എല്ലാത്തിനും എന്നെ വിളിക്കുന്നത്? ഇറ്റ് വാസ് നൈസ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഈ മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ സിനിമ അത് സൂപ്പർ ഹിറ്റായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ അടക്കം കേരളത്തിലോട്ട് ഉറ്റുനോക്കിയൊരു സിനിമ കൂടി ആയിരുന്നു മാർക്കോ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ മാർക്കോയ്ക്ക് ശേഷം വീണ്ടും ഇതാ ഒരു ഉണ്ണിമുകുന്ദൻ ചിത്രം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതും ആളുകൾക്കിടയിൽ ചർച്ചയാകും. ഒരു മാർക്കോ സ്റ്റൈൽ ഉണ്ടോ, അതല്ലെങ്കിൽ സാധാരണക്കാരെ പിടിച്ചിരുത്തുന്ന കുടുംബ സിനിമയാണെന്നൊക്കെയൊരു ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കും. നിങ്ങൾക്കിടയിൽ അത്തരത്തിൽ ചർച്ചകൾ വന്നിട്ടുണ്ടോ? ഈ മാർക്കോയ്ക്ക് ശേഷം ഒരു സിനിമ വരുമ്പോൾ, അല്ലെങ്കിൽ മാർക്കോ കണ്ടൊരു പ്രേക്ഷകൻ ഗെറ്റ് സെറ്റ് ബേബി ഏറ്റെടുക്കുമോ, അങ്ങനത്തെ ഒരു ചർച്ചയൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള ചർച്ചാ വിഷയമല്ല. ബേസിക്കലി ഒരു വലിയ സിനിമയുടെ സക്സസിന് ശേഷം വരുന്ന സിനിമ എന്ന് പറയുന്നതിന്റെ അതൊരു ബാധ്യത തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഉണ്ണി തന്നെ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു കുറച്ചുകൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മാർക്കോയിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് ഉണ്ണി ഒരു ഫാമിലി മൂവി ചെയ്യുന്നു എന്നുള്ള പോലെ ഒരു ക്യാരക്ടറാണ്. ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ ക്യാരക്ടറാണ്. അതിൽ ഭയങ്കര വയലൻസ് ആണെങ്കിൽ ഇതിൽ ഭയങ്കര ഒരു എന്താ പറയാ ഡെലിവറിയും ഒക്കെ എടുക്കുന്ന ഒരു ഡോക്ടറും ഒക്കെയാണ്. അപ്പം അങ്ങനെ ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഒരു ആക്ടറിനെ സംബന്ധിച്ച് എപ്പോഴും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക, അത് ഓഡിയൻസിലേക്ക് റീച്ച് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അപ്പം ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് കിട്ടുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ആക്ച്വലി ഉണ്ണീന്റെ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണി മാർക്കോക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് മാർക്കോ ഒരു ഹ്യൂജ് ഹിറ്റായി. ഉണ്ണി എന്ന് പറഞ്ഞ ആക്ടർ ആക്ച്വലി ഭയങ്കര റീച്ചായി. അതെനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമേനെ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യും. അതേസമയത്ത് തന്നെ നമുക്കൊക്കെ ഒരു പേടിയുണ്ട്. മാർക്കോ ഒരു ആക്ഷൻ സിനിമയാണ്. അപ്പൊ ഇത് അതുപോലെയുള്ള ഒരു സിനിമയല്ല. ഇതൊരു ഫാമിലി ഒരു ബ്രീസി ഒരു സിനിമയാണ്. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഫാമിലിക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന, ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്.
അപ്പൊ അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവരുത് എന്നുള്ളത് ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രൂ മെമ്പേഴ്സ്, നമ്മുടെ പോസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ സോങ് ആണെങ്കിലും ഒക്കെ ഇത് അങ്ങനത്തെ ഒരു സിനിമ അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ രണ്ടും ഉണ്ട്. ഉണ്ണിക്ക് ഇത്രയും ഒരു ഹ്യൂജ് ഹിറ്റ് ആയതുകൊണ്ട് സിനിമക്ക് കുറച്ചും കൂടെ റീച്ച് കിട്ടുന്നു എന്നുള്ള സന്തോഷവും അതിന്റെ കൂടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവരുത് എന്നും കൂടി ഉണ്ട്. തീർച്ചയായും നിഖില പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പല അഭിമുഖത്തിലും ഉണ്ണി പറയുന്നത്, അതായത് ഈ IVF ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ വിശേഷം സിനിമയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത്തരത്തിൽ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ പറയാൻ പഠിക്കുന്ന പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്ത സിനിമയായിരുന്നു വിശേഷം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ IVF പോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗെറ്റ് സെറ്റ് ബേബി ചർച്ച ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ? ഉണ്ണി പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതൊരു സംസാരിക്കപ്പെടേണ്ട വിഷയമാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജനറലി അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു IVF പോലുള്ളൊരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും ഒരു ഡോക്യുമെന്ററി സ്വഭാവം പെട്ടെന്ന് ആൾക്കാർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, അപ്പൊ അതിനുവേണ്ടി ഒരു സിനിമ എടുക്കുന്നു എന്നുള്ള പോലെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ച് ഇതൊരു കമേഴ്ഷ്യൽ പാക്കേജ് സിനിമയാണ്. അത് ഇതിലെല്ലാ ഇമോഷൻസും പോകുന്നുണ്ട്. ഇപ്പം റൊമാൻസ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ണിയുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കഥ പറയുന്നുണ്ട്. ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ പെർസ്പെക്റ്റീവില് ഈ പറയുന്ന ഒരു IVF-ഉം ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെന്ററി സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ പാക്കേജിൽ നമ്മൾ ഒരു റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട് പറയുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് സ്ക്രിപ്റ്റിൽ തോന്നിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ. അപ്പോൾ ആൾക്കാർക്ക് അത് കാണുമ്പം നമ്മളവരെ ഫീഡ് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടാവില്ല, എന്നാൽ അത് അവരിലേക്ക് കൃത്യമായി എത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ശരി, അത് എന്തായാലും വളരെ നല്ലൊരു മറുപടിയായിരുന്നു. ഫറ, ഞാൻ ഫറയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഫറ ഇങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ചെയ്യുന്ന സിനിമയിൽ കൃത്യമായൊരു കയ്യൊപ്പ് ഉണ്ടാകും, ഒരു സിഗ്നേച്ചർ ഉണ്ടാകും ഫറയുടെ കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് ഇങ്ങനെ സെലക്റ്റീവ് ആകുന്നത്? അല്ലെങ്കിൽ നല്ല സെലക്റ്റീവ് ആവുകയാണോ, അല്ലെങ്കിൽ നല്ല സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരാളാണോ ഫറ? എന്താണ് ഞങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇല്ല, അതിന് നമുക്ക് ആകെ ഒരു പ്രോസസ്സേ ഉള്ളൂ. നമുക്ക് വരുന്നതിൽ നിന്ന് നമുക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യാം. ഞാൻ എപ്പോഴും ഒരു ടീം അങ്ങനെ നോക്കാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ വെച്ച് ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ കൂളസ്റ്റ് ഡയറക്ടേഴ്സ് ആണ് വിനയ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും എനിക്ക് എല്ലാത്തരം സ്കൂൾസും ട്രൈ ചെയ്യണം എന്നുണ്ട്. ഞാൻ അർഷദ് ഖാന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തപ്പോൾ അതെനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ ഡിഞ്ചിത് സർ ഈ പറയുന്ന പോലെ അതെന്റെ ഒരു ഫസ്റ്റ് അത്രയും വലിയൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് അത് ആദ്യമായിട്ടായിരുന്നു. അപ്പൊ അതും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനെ എക്സ്പീരിയൻസസ് ആയിട്ട് കാണുന്ന കൂടെ തന്നെ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും എനിക്ക് വ്യത്യാസമായിട്ട് ചെയ്യാനുണ്ടോ എന്നുകൂടെ നോക്കാറുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എ വെരി നോർമൽ പ്രോസസ് ഓഫ് സെലക്ടിങ് മൂവീസ്. അത്ര തന്നെ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും ചെയ്താൽ പോരാ എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ്. ശരി ശരി.